നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഓഗസ്റ്റ് 3 ഞായർ. മൺമറഞ്ഞ് ഗുരുസാഗരം. 25-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഞായർ രാവിലെ 10-ന് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം. വൈകിട്ട് 4-ന് രവിപുരം ശ്മശാനത്തിൽ സംസ്കാരം. ജ്ഞാനസാനു, MK സാനു. മലയാളിയുടെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൽ ദിശാബോധം പകർന്ന സൗമ്യ സാന്നിധ്യം ഇനിയില്ല. എഴുത്തിലും പ്രഭാഷണത്തിലും മലയാളത്തിന് സർഗസമ്പന്നതയുടെ മഹാമേരുക്കൾ സമ്മാനിച്ച തലമുറകളുടെ ഗുരുനാഥൻ പ്രൊഫസർ MK സാനു അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ശനി വൈകിട്ട് 5:30-ന് 35 ഇടപ്പള്ളി അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം. അവസാനം ജാമ്യം തന്നു. എങ്കിലും നീതി അകലെയാണ്. NIA പ്രത്യേക കോടതിയാണ് ജാമ്യം നൽകിയത്. ആരോപണം അടിസ്ഥാനരഹിതമെന്നും തെളിവില്ലെന്നും കോടതി. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ ശക്തമായി എതിർത്തു. കേസ് NIA അന്വേഷണത്തിലേക്ക്. ജയിൽ മോചിതരായ കന്യാസ്ത്രീകളെ സ്വീകരിച്ച് ഇടതുപക്ഷ MPമാർ. ജാമ്യം കർശന വ്യവസ്ഥകളോടെ. ബജരംഗദളുകാർക്കെതിരെ കേസുമില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ജാമ്യം കർശന വ്യവസ്ഥകളോടെ. അതായത് ക്രിമിനൽസ് ജാമ്യത്തിലിറങ്ങുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതുപോലെ ഈ കന്യാസ്ത്രീകളും ചെയ്യേണ്ടി വരും. രാജസ്ഥാനിൽ മലയാളി പാസ്റ്റർക്കെതിരെ കേസ്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്റർക്കെതിരെ കേസെടുത്ത് രാജസ്ഥാൻ പോലീസ്. ഇടുക്കി കട്ടപ്പന സ്വദേശി തോമസ് ജോർജിനെതിരെയാണ് കേസ്. രാഖി മിനുക്കുന്നുണ്ട്. തടഞ്ഞ് കേരളം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാർ ആക്രമണം തുടങ്ങിയിട്ട് ഏറെ നാളായി. കേരളത്തിലും പലവട്ടം ആയുധം രാഖി മിനുക്കി ശ്രമിച്ചിട്ടുണ്ട്. ശക്തമായ ഇടതുപക്ഷ സാന്നിധ്യം ഒന്ന് മാത്രമാണ് അവരെ പിന്നോട്ടടിപ്പിച്ചത്. തലശ്ശേരി കലാപകാലത്ത് മുസ്ലിം പള്ളിക്ക് നേരെയുള്ള RSS ആക്രമണത്തെ ചെറുത്തതിന് രക്തസാക്ഷിയായ UK കുഞ്ഞിരാമൻ CPIM പ്രവർത്തകനായിരുന്നു. തുടർന്ന് ഇങ്ങോട്ടും ഇടതുപക്ഷത്തിൻ്റെ കരുത്തിലാണ് RSSന് അവരുടെ മോഹം കേരളത്തിൽ നടപ്പാക്കാനാകാതിരുന്നത്. വർഗീയ കലാപങ്ങൾ ഉണ്ടായതെല്ലാം UDF ഭരണകാലത്താണ്. കേരളത്തിന് പുറത്ത് BJPയും കോൺഗ്രസും ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. BJPക്കെതിരായി ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയാത്തതാണ് കാരണം. നേരത്തെ നിയമസഭാ മണ്ഡലത്തിലും ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും BJPക്ക് ജയിക്കാനായത് കോൺഗ്രസ് വോട്ടുകൾ മറിച്ച് നൽകിയതിനാലാണ്. കേരളത്തിലും വേരുറപ്പിക്കാൻ സംഘപരിവാർ ശ്രമം. അതിനാണ് പലപ്പോഴും കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നത്. മതനിരപേക്ഷതയുടെ മണ്ണായി കേരളത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയൂ എന്നതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ കുരുക്ക് അഴിയുന്നില്ല. അന്വേഷണം NIAക്ക് കൈമാറിയെന്ന് സൂചന. ജാമ്യത്തിൽ കർശന വ്യവസ്ഥ. NIA പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ടുപോകരുത്. എങ്ങനുണ്ട് നിഷ്കളങ്കരായ 2 കന്യാസ്ത്രീകളെ വെറുതെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുത്തിട്ട് പറയുന്നു NIAയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ടു പോകരുതെന്ന്. അതായത് ക്രിമിനൽസിനെയും ഈ വൻകിട മോഷണം നടത്തിയും വെട്ടിപ്പും തട്ടിപ്പും പാസ്പോർട്ട് അടക്കം രേഖകൾ കോടതിയിൽ സമർപ്പിക്കണം. ജാമ്യം തന്നിരിക്കുന്നത് വെറുതെ അല്ല.
നിങ്ങളെ വെറുതെ വിട്ടിട്ടില്ല, അതാണ് പ്രശ്നം. താമസ സ്ഥലത്തിൻ്റെ വിലാസം NIA അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണം. 2 ആഴ്ചയിലൊരിക്കൽ താമസിക്കുന്ന കുരുക്ക് അഴിയുന്നില്ല. ജാമ്യത്തിൽ കർശന വ്യവസ്ഥ. NIA പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ടു പോകരുത്. പാസ്പോർട്ട് അടക്കം രേഖകൾ കോടതിയിൽ സമർപ്പിക്കണം. താമസ സ്ഥലത്തിൻ്റെ വിലാസം NIA അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണം. 2 ആഴ്ചയിലൊരിക്കൽ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. ആവശ്യപ്പെടുമ്പോഴെല്ലാം അന്വേഷണവുമായും ചോദ്യം ചെയ്യലുമായും സഹകരിക്കണം. പൊതുമധ്യത്തിൽ പ്രതികരണം നടത്താനോ മാധ്യമങ്ങളോട് സംസാരിക്കാനോ പാടില്ല. എങ്ങനെയുണ്ട്? വെറുതെ ഇരുന്ന 2 പേരെ അറസ്റ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അവരെ ഇപ്പോൾ ഇറക്കിയിട്ട് പറയുന്നു, 9 ദിവസം കഴിഞ്ഞ് ഇറക്കിയിട്ട് പറയുന്നു, കൊടും ക്രിമിനലുകൾക്ക് നൽകുന്ന പോലുള്ള വ്യവസ്ഥകളോട് കൂടിയ ജാമ്യം. ഇവർ ക്രിമിനലുകളാണോ? ഇന്ത്യ തന്നെ ചോദിക്കേണ്ട ഒരവസ്ഥയാണ്. എന്തിന്? അപ്പോൾ ഈ ജാമ്യം കൊണ്ട് തന്നെ, ജാമ്യത്തിൽ തന്നെ പറയുന്നത് ഇവരിപ്പോഴും ക്രിമിനലുകൾ തന്നെയാണെന്നാണ്. കഷ്ടം, മഹാകഷ്ടം. എങ്കിലും നമ്മുടെ പാമ്പ്ളാനി അച്ഛൻ പറയുന്നുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രി വാക്ക് പാലിച്ചു, ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ജാമ്യം കിട്ടിയതെന്ന്. പക്ഷേ കുരുക്കഴിഞ്ഞ ജാമ്യമാണെന്ന്, കുരുക്കിട്ട ജാമ്യമാണെന്ന് എങ്ങനെ അത് മാത്രം പറയുന്നില്ല പാമ്പ്ളാനി അച്ഛൻ. കുരുക്കിട്ടതാണ് ജാമ്യം, കുരുക്കിട്ട ജാമ്യമാണ്. 2008 കാസർഗോട്ടും കലാപ നീക്കം. സംഘപരിവാർ 2008 ഒറീസയിൽ നിന്ന് തുടക്കമിട്ട ക്രൈസ്തവ വേട്ടയുടെ അലയൊലികൾ ഇങ്ങ് കേരളത്തിലും ഉണ്ടായിരുന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കോട്ടക്കണ്ണി റോഡിലെ ജയ്മാതാ ഇംഗ്ലീഷ് സ്കൂളിനോട് ചേർന്നുള്ള താത്കാലിക പ്രാർത്ഥനാ കേന്ദ്രം ആക്രമിച്ചാണ് സംഘപരിവാർ കലാപത്തിന് കോപ്പുകൂട്ടിയത്. രാത്രി സ്കൂളിൻ്റെ മുകൾ നിലയിലെ താൽക്കാലിക പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെയും തിരുരൂപത്തിൻ്റെയും ജനൽച്ചില്ല് തകർത്തു. തൊട്ടടുത്ത സെൻറ്റ് ജോസഫ് പള്ളിയുടെ ബോർഡ് തകർത്തു. അക്രമം വ്യാപിക്കുന്നത് തടയാൻ ആഭ്യന്തര മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ച കർശന നടപടികളാണ് അന്ന് കേരളത്തെ കാത്തത്. കർണാടകയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരക്കെ ആക്രമിക്കപ്പെട്ടിരുന്നു. ഒറീസയിൽ VHP നേതാവ് ലക്ഷ്മണാനന്ദയെ ആശ്രമവാസികളായ 4 പേരെയും അജ്ഞാതർ വെടിവെച്ച് കൊന്നത് മറയാക്കിയാണ് അന്ന് രാജ്യവ്യാപകമായി സംഘപരിവാർ ക്രൈസ്തവ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. വേട്ടക്കാരൻ്റെ ദയ. ശരിയാണ്. അതെ, വേട്ടക്കാരൻ്റെ ദയയാണ്. എലിയെ വേട്ടയാടി പിടിച്ചിട്ട് പൂച്ച എങ്ങനെയാണോ അതിൻ്റെ മുന്നിലിട്ട് അതിനെ കൊല ചെയ്യുന്നതിന് മുമ്പ് തട്ടിക്കളിക്കുന്നത്, അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വേട്ടക്കാരൻ്റെ ദയ. ആ ദയയിൽ കഴിയുകയാണ്. അവകാശമുന്നയിച്ച് എഴുകും വയലും ആക്രമിച്ചു. ഇടുക്കി 2014-15 കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന ഇടുക്കി എഴുകും വയൽ തീർത്ഥാടന കേന്ദ്രത്തിൽ അവകാശമുന്നയിച്ച് സംഘപരിവാർ പ്രശ്നമുണ്ടാക്കുകയും ഒരു രാത്രി കുരിശടി തകർക്കുകയും ചെയ്തു. സമീപത്ത് ശൂലവും നാട്ടി ജനപ്രതിനിധികളായിരുന്ന അഡ്വക്കേറ്റ് ജോസ് ജോർജ്, KK ജയചന്ദ്രൻ, റോഷി അഗസ്റ്റിൻ എന്നിവർ ഇടപെട്ട് കലക്ട്രേറ്റ് യോഗം വിളിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ചർച്ചയിലെ ഒത്തുതീർപ്പ് പ്രകാരം അവിടെ 30 സെന്റ് സ്ഥലം സംഘപരിവാറുകാർ വാങ്ങി. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള ഇവിടെ പ്രതിവർഷം 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകരെത്തുന്നുണ്ട്. ജയിലഴികളിൽ ഇനിയും നിരപരാധികൾ. ഞങ്ങൾ മാത്രമല്ല, നീതി ലഭിക്കാത്ത വേറെയും ആളുകൾ ഈ അഴികൾക്കുള്ളിലുണ്ട്. ജയിലിൽ തങ്ങി തങ്ങളെ കാണാനെത്തിയ ബന്ധുക്കളോട് കന്യാസ്ത്രീകൾ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർ നേരിടുന്ന അതിക്രമങ്ങളുടെ വ്യാപ്തിയാണ് കന്യാസ്ത്രീകളുടെ വാക്കുകളിൽ വെളിവാകുന്നത്. 18 മാസത്തിനിടെ മതപരിവർത്തന നിയമപ്രകാരം അറസ്റ്റിലായ 50-ലധികം പേരാണ് ജയിലിൽ കഴിയുന്നത്. മാരാമണ്ണിൽ സംരക്ഷണം തീർത്ത CPIM. പത്തനംതിട്ട ക്രൈസ്തവരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷൻ ആക്രമിക്കാൻ RSS ശ്രമിച്ചത് 1999 ഫെബ്രുവരിയിൽ. പമ്പാ നദി തീരത്തെ കൺവെൻഷൻ തടയുമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറി കുമ്മനം രാജശേഖരൻ്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് RSSും VHP രംഗത്തിറങ്ങിയത്.
കൺവെൻഷൻ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി തടയുമെന്നായിരുന്നു RSS പ്രഖ്യാപനം. കൺവെൻഷൻ പന്തൽ നിൽക്കുന്ന കൽക്കെട്ട് പൊളിക്കാനും നീക്കമുണ്ടായി. DYFI ആണ് മാരാമണ്ണിൽ വിശ്വാസികൾക്ക് സംരക്ഷണ കവചം തീർത്തത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന VS അച്യുതാനന്ദനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കുമ്പഴയിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിയ പാസ്റ്റർമാരെ ആക്രമിച്ചു. പത്തനംതിട്ട കുമ്പഴയിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിയ പെന്തക്കോസ്ത് പാസ്റ്റർമാരെ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് 12-അംഗ RSS സംഘം. സിറിൽ തോമസ് 27, എബി ജോൺ 35 എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത്. ഛത്തീസ്ഗഡ് ഒറ്റപ്പെട്ട അനുഭവമല്ല. പൊതുശ്മശാനങ്ങളിൽ ക്രൈസ്തവരെ അടക്കുന്നതിന് പോലും വിലക്കാണ്. ഇരകളെ കുറ്റക്കാരാക്കുന്ന സംഘപരിവാർ നീതി. മറക്കില്ല TV പുരത്തെ കലാപശ്രമം. വൈക്കം TV പുരം തിരുഹൃദയ പള്ളിയോട് ചേർന്ന് 1996 നിർമ്മാണം ആരംഭിച്ച സെമിത്തേരിയുടെ പേരിലുള്ള മുതലെടുപ്പ് പൊളിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടൽ. സെമിത്തേരിയുടെ പേരിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ പ്രശ്നം വഷളാകാതിരിക്കാൻ അന്ന് CPIM ജില്ലാ സെക്രട്ടറി വൈക്കം വിശ്വൻ്റെ നേതൃത്വത്തിൽ തുടക്കം മുതൽ ഇടപെട്ടു. പ്രതിഷേധം BJP ഹൈജാക്ക് ചെയ്യാൻ ആരംഭിച്ച് കാര്യങ്ങൾ വഷളാക്കി. ഞാൻ കൂന്താലിയുമായി സെമിത്തേരി പൊളിക്കാൻ ഇറങ്ങാം, നിങ്ങളും വരിക എന്നായിരുന്നു സംഘപരിവാർ നേതാവിൻ്റെ ആഹ്വാനം. ആ സാഹചര്യത്തിലാണ് DYFI നേതൃത്വത്തിൽ തലയോലപ്പറമ്പ് മുതൽ TV പുരം വരെ സമാധാനാഹ്വാനവുമായി മഹാറാലി സംഘടിപ്പിച്ചത്. കല്ലേറും കൂക്കുവിളിയും ഉണ്ടായി. എല്ലാം തരണം ചെയ്ത് TV പുരത്ത് വൻ സമ്മേളനം ചേർന്നു. നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കുന്നതിലും ആ റാലി വലിയ പങ്ക് വഹിച്ചു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയിൽ വിഷയം ഒത്തുതീർപ്പായി. ഭാരത് മാതാവിൻ ജയ് വിളിച്ച് വിശ്വാസികൾക്കെതിരെ 2015 ജൂൺ 14 ആറ്റിങ്ങലിൽ RSSകാർ അടിച്ചു തകർത്ത ആറ്റിങ്ങലിലെ പ്രാർത്ഥനാ ഹാൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും സന്ദർശിച്ചപ്പോൾ വധഭീഷണിയും. പുൽപ്പള്ളി വയനാട്ടിൽ ചെറ്റപ്പാലം ഇന്ത്യൻ പെന്തക്കോസ്ത് ചർച്ചിന് നേരെ 2015 RSS ആക്രമണം ഉണ്ടാകുന്നത്. സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായ പാസ്റ്റർ TV ജോയിയോടാണ് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയത്. തുടർന്ന് സ്ഥാപനത്തിലേക്ക് പ്രകടനമായെത്തിയ RSS പ്രവർത്തകർ സ്ഥാപനം അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. പോലീസാണ് ആക്രമണം തടഞ്ഞത്. പിന്നീട് CPIM പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപനത്തിന് സംരക്ഷണമൊരുക്കി. തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർത്ത് പ്രദേശത്ത് സമാധാനം ഉറപ്പാക്കിയിരുന്നു. സിനിമാ സെറ്റ് വരെ തകർത്തവരാണിവർ. മിന്നൽ മുരളി സിനിമയുടെ ചിത്രീകരണത്തിനായി കാലടി ശിവശാസ്ത്രി മണപ്പുറത്ത് തയ്യാറാക്കിയ സെറ്റ് രാഷ്ട്രീയ ബജരംഗദൾ അക്രമ സംഘം അടിച്ചു തകർത്തത് 2020 മെയ് 24-നാണ്. ഹിന്ദുമത വികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചാണ് ലക്ഷങ്ങൾ ചെലവിട്ട് മാസങ്ങളോളം പണിയെടുത്ത് കെട്ടി ഉയർത്തിയ സെറ്റ് തകർത്തത്. 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സിനിമയുടെ നിർമ്മാതാവിനുണ്ടായത്. സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ ഭ്രാന്തന്മാർക്ക് അഴിഞ്ഞാടുള്ള മണ്ണല്ല കേരളമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും പറഞ്ഞ് ശക്തമായി പ്രതികരിച്ചു. തുടർന്ന് റൂറൽ SP നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അക്രമികളായ 5 ബജരംഗദൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. 6 മാസത്തിൽ 378 അതിക്രമം. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ ഈ വർഷം ജൂൺ വരെ 378 അതിക്രമ സംഭവങ്ങൾ ഉണ്ടായതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട്. ഒഡീഷയിലെ ക്രൈസ്തവ വേട്ട. ഗ്രഹാം സ്റ്റെയിൻസ് കൊലപാതകം 1999 ജനുവരി 22. ഒഡീഷയിൽ കുഷ്ഠരോഗികളുടെയും ആദിവാസികളുടെയും ഇടയിൽ പ്രവർത്തിച്ച ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകനായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. 1999 ജനുവരി 22 രാത്രിയാണ് അദ്ദേഹത്തെയും 9ഉം 7ഉം വയസ്സുള്ള 2 മക്കളെയും ഉറങ്ങുമ്പോൾ ചുട്ടുകൊന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ബജരംഗദളിൻ്റെ ഒഡീഷ സംസ്ഥാന അധ്യക്ഷനായ പ്രതാപ് ചന്ദ്ര സാരംഗി ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. കന്ധമൽ എരിയുന്നു. 2007 ഡിസംബർ 24. കന്ധമൽ ജില്ലയിലെ ബ്രഹ്മണിഗാവിൽ അധികൃതരുടെ അനുമതിയോടെ റോഡിന് കുറുകെ സ്ഥാപിച്ച ക്രിസ്മസ് കമാനം നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി തീവ്ര ഹിന്ദുത്വവാദികൾ രംഗത്ത് വന്നു. ഇത് നിരസിച്ചതോടെ പ്രദേശത്തെ കടകൾ അടച്ചുപൂട്ടാൻ ശ്രമിക്കുകയും കടകൾ കൊള്ളയടിക്കുകയും ചെയ്തു. 3 പേർ കൊല്ലപ്പെട്ടു. 2007 ഡിസംബർ 24 കന്ധമലിൽ സംഘപരിവാർ നേതൃത്വത്തിലുള്ള സംഘം ഡിസംബർ 24 ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിയ അക്രമം 4 ദിവസം നീണ്ടു. 100-ലധികം പള്ളികൾ, പള്ളി സ്ഥാപനങ്ങൾ, 700 വീടുകൾ എന്നിവ കത്തിച്ചു. 3 പേർ കൊല്ലപ്പെട്ടു. 2008 ഓഗസ്റ്റ് 25 മുതൽ 28 വരെ 2008 ഓഗസ്റ്റ് 25 മുതൽ 28 വരെ ഒഡീഷയിലെ കന്ധമൽ ജില്ലയിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ വീണ്ടും ആയുധമേന്തി. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ കൊലപാതകത്തെ തുടർന്നായിരുന്നു ഇത്.
ആക്രമണങ്ങളിൽ 395 അധികം പള്ളികളും 5600 വീടുകളും 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തീയിട്ട് നശിപ്പിച്ചു. 90-ലധികം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. 18,000 പേർക്ക് പരിക്കേറ്റു. 54,000 പേർ കുടിയിറക്കപ്പെട്ടു. പള്ളിയിൽ കയറി വൈദികരെ മർദ്ദിച്ച് പോലീസ്. 2025 മാർച്ച് 22 BJP ഭരിക്കുന്ന ഒഡീഷയിൽ പള്ളിയിൽ കയറി മലയാളി അടക്കമുള്ള 2 കത്തോലിക്ക പുരോഹിതരെയും വിശ്വാസികളെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ബർഹാംപൂർ രൂപതയിലെ ഇജുവ ഇടവകയിലാണ് അതിക്രമം. ഇടവക വികാരി മലയാളിയായ ഫാദർ ജോഷി ജോർജ്, ഒഡീഷ സ്വദേശിയായ വികാരി ഫാദർ ദയാനന്ദ നായക് എന്നിവർക്ക് ക്രൂരമർദ്ദനമേറ്റു. മൃതദേഹം മതം മാറണം. 2025 മെയ് 15 സംസ്ഥാന ആദിവാസി ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരുടെ മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് മാറ്റണം. സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് മതപരിവർത്തനം നടത്തിയത് ഉൾപ്പെടെയുള്ള സംഭവമാണ് ഒഡീഷയിൽ നാഗ്പൂരിൽ ജില്ലയിൽ നടക്കുന്നത്. മലയാളി വൈദികർക്ക് മർദ്ദനം. ജൂൺ 25 2025 ഒഡീഷ സാമ്പൽപൂർ കൊച്ചിൻഡ ചർബാട്ടിയിലെ കാർമൽ നികേതൻ മൈനർ സെമിനാരിയിൽ വെച്ച് തീവ്ര ഹിന്ദുത്വവാദികൾ മലയാളി വൈദികരായ ലീനസ് പുത്തൻവീട്ടിലിനെയും സിൽവിൻ ആന്റണിയെയും ആക്രമിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ സംഘപരിവാറിൻ്റെ അവരുടെ കലാപരിപാടികൾ. LDF പ്രതിഷേധ സദസ്സ് ഇന്ന്. അങ്ങനെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിക്ഷേപ തട്ടിപ്പ്. യൂത്ത് ലീഗ് നേതാവ് അറസ്റ്റിൽ. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ ചോദ്യം ചെയ്തു. ഒന്നാലോചിച്ച് നോക്കൂ. PK ഫിറോസ് എന്താ പറഞ്ഞത്? ഈ പറയുന്ന TP ഹാരിസിന് നിങ്ങളൊരു വോട്ട് നൽകുന്നതിൽ ഖേദിക്കേണ്ടി വരില്ല. ശരിയാണ്, ഖേദിക്കേണ്ടി വരില്ല. ആർക്കും ഖേദിക്കേണ്ടി വരില്ല. PK ഫിറോസ് പറഞ്ഞു നടന്നത് ഇതാണ്, ഇവന് വോട്ട് പിടിക്കാൻ. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ കോടികൾ തട്ടിയ കേസിൽ മുംബൈ വിമാനത്താവളത്തിൽ പിടിയിലായി യൂത്ത് ലീഗ് നേതാവ് ജില്ലാ പഞ്ചായത്ത് അംഗം TP ഹാരിസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇമിഗ്രേഷൻ വിഭാഗം മുംബൈ സഹർ പോലീസിന് കൈമാറിയ പ്രതിയെ മലപ്പുറം SI TT ഹനീഫയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി. അന്തേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ദിവസത്തെ കൈമാറ്റ കസ്റ്റഡിയിൽ മലപ്പുറം പോലീസിന് കൈമാറി. ഞായർ രാവിലെ മലപ്പുറം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. 2ാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജുവിനെ ചോദ്യം ചെയ്തു. എങ്ങനെയുണ്ട്? ഏകദേശം 25 കോടി രൂപയോളം തട്ടിപ്പ് നടത്തി. പേര് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന, മുസ്ലിങ്ങളുടെ സ്വന്തം ജീവനായ മുസ്ലിം ലീഗ്. എല്ലാം മതത്തിൻ്റെ പേരും പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പും കൊലപാതകവും അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇതിൻ്റെ പേരിൽ നടത്തുന്നതെല്ലാം ഇപ്പം തന്നെ കണ്ടില്ലേ. ആരുടെ ബന്ധുവിനാണ് അവിടെ വീട് വെച്ച് കൊടുക്കാൻ ആ കാശ് 32,000 രൂപ വിലയുള്ള വസ്തുവിന് മനുഷ്യന് താമസിക്കാനൊക്കാത്ത എസ്റ്റേറ്റ് ഭൂമി എടുത്ത് 1,25,000 രൂപയ്ക്കല്ലേ എടുത്തത്. ഇതൊക്കെയാണ് ഇവന്മാരുടെ തട്ടിപ്പ്. അതും എന്തൊരു ബിസിനസ്സാണ്. സ്വന്തം പാർട്ടിക്കാരൻ്റെ തന്നെ സ്ഥലം, അതും ഇരട്ടി വിലയ്ക്ക് എടുത്തിട്ട് വീട് വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് നാട്ടുകാരൻ്റെ കാശും. ഇതാണ് നാട്ടുകാരെ പിരിക്കുക, നാട്ടുകാരെ ചതിക്കുക, നാട്ടുകാരെ വലിപ്പിക്കുക. ഇതാണ് അത്. മതത്തിൻ്റെ പേരിലും ഖുർആൻ്റെ പേരിലും സിറാത്ത് പാലത്തിൻ്റെ പേരിലും ഇങ്ങനെ പാവം മുസ്ലിങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന കുറേ ലീഗുകാർ. തട്ടിയ കോടികൾ നേതാക്കൾ പങ്കിട്ടതായി ആക്ഷേപം. അതെ, പിന്നെ നേതാക്കൾ പങ്കിടാതെ ഇവർ ഒറ്റയ്ക്ക് ചുമന്നിട്ട് അടക്കം പറ്റുമോ? 25 കോടി. ജില്ലാ പഞ്ചായത്തിൽ നിക്ഷേപ തട്ടിപ്പിലൂടെ ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് നേതാവുമായ TP ഹാരിസ് സ്വന്തമാക്കിയ 25 കോടി രൂപ പ്രമുഖ ലീഗ് നേതാക്കളും പങ്കിട്ടെടുത്തതായി ആക്ഷേപം. തട്ടിപ്പിൽ കൂടുതൽ ലീഗ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന വിവരമാണ് പുറത്തു വരുന്നത്. എങ്ങനെ വരായിരിക്കും? ഹാരിസിന് നിങ്ങൾ ഒരു വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൽ വിഷമിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ടി വരില്ല. അത്രമാത്രം ഉറപ്പുള്ളതാണ്, അല്ലെങ്കിൽ അന്തസ്സുള്ളതാണ് ആ വോട്ട്. ഇനിയും വരും വോട്ട് ചോദിച്ച് കൊടുക്കണം. എല്ലാ മുസ്ലിം വിഭാഗക്കാരും അവർക്ക് അങ്ങോട്ട് കൊടുക്കണം, വോട്ട് കൊടുക്കണം. ലീഗ് തട്ടിപ്പിന് കുടപിടിച്ച് മാധ്യമങ്ങൾ. മുസ്ലിം ലീഗ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പ് അനുദിനം പുറത്തു വരുമ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ മൗനത്തിൽ. 200ഓളം പേരിൽ നിന്ന് 25 കോടിയിലേറെ രൂപയാണ് ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട സംഘം തട്ടിയത്. തട്ടിപ്പിനിരയായി ലീഗ് പ്രാദേശിക നേതാക്കളും അനുഭാവികളും പോലീസിൽ പരാതി നൽകിയിട്ട് മാധ്യമങ്ങൾക്ക് വാർത്തയായില്ല.
യൂത്ത് ലീഗ് നേതാവായ ജില്ലാ പഞ്ചായത്ത് അംഗം അറസ്റ്റിലായതോടെ ചെറിയ വാർത്ത നൽകേണ്ട ഗതികേടിലുമായി. അപ്പോഴും ജില്ലാ പഞ്ചായത്തിനെയും ലീഗ് നേതൃത്വത്തെയും വെളുപ്പിച്ചെടുക്കാനാണ് ശ്രമം. VC നിയമനം, മന്ത്രിമാരുമായി ഗവർണറുടെ കൂടിക്കാഴ്ച ഇന്ന്. MK സാനു സാംസ്കാരിക ലോകത്തെ ആദരണീയ ശബ്ദം. MV ഗോവിന്ദൻ. മഴ വീണ്ടും ശക്തമാകുന്നു. 4 ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. ലീഗ് നേതാവ് വിജിലൻസ് കണ്ടെത്തൽ. ലീഗ് നേതാവ് നടത്തിയത് 2 കോടിയുടെ ക്രമക്കേട്. വിജിലൻസ് കണ്ടെത്തൽ. മറ്റു ബാങ്കുകളിലും വൻ ക്രമക്കേട്. കംപ്ലീറ്റ് ഇതാണല്ലോ. മലയാളത്തിൻ്റെ സ്നേഹഭാജനം. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശാന്തമെങ്കിലും ഉറച്ച ശബ്ദമായിരുന്നു സാനുമാഷ്. ശ്രേഷ്ഠനായ അധ്യാപകൻ, പണ്ഡിതനായ പ്രഭാഷകൻ, ജനകീയനായ പൊതുപ്രവർത്തകൻ, നിസ്വാർത്ഥനായ സാമൂഹ്യ സേവകൻ, നിസ്വപക്ഷമുള്ള എഴുത്തുകാരൻ, സമാനതകളില്ലാത്ത സാഹിത്യ നിരൂപകൻ, മാനവികതയിലൂന്നിയ സമഭാവ ദർശനം, നവോത്ഥാന ചിന്തയുടെ ഉന്നത മനീഷി, 95-ാം വയസ്സിലും നോവലിസ്റ്റ്, മതനിരപേക്ഷതയുടെ മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന പുരോഗമന ചിന്തകൾ. ദേശാഭിമാനി എഡിറ്റോറിയൽ. വിജ്ഞാനത്തിൻ്റെ മഹാഗോപുരം. എഡിറ്റോറിയൽ. വിജ്ഞാനത്തിൻ്റെ മഹാഗോപുരം. മലയാണ്മയുടെ മഹാവിസ്മയങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ഗുരുവര്യൻ സാനുമാഷ് വിട പറഞ്ഞു. അധ്യാപകനും പ്രഭാഷകനും എഴുത്തുകാരനും ഗവേഷകനും ജനപ്രതിനിധിയും ആക്ടിവിസ്റ്റൊക്കെയായി വൈജ്ഞാനിക മേഖലയുടെ കടലാഴങ്ങളിലും ആകാശങ്ങളിലും വിഹരിച്ച പ്രതിഭാശാലിയായിരുന്നു സാനുമാഷ്. MK സാനു എന്ന ഔദ്യോഗിക പേരിനെ തന്നെ അപ്രസക്തമാക്കി സാനുമാഷ് എന്ന സ്നേഹാദരങ്ങളുടെ വിളിപ്പേരുകൊണ്ട് ലോകമെങ്ങുമുള്ള മലയാളികൾ അദ്ദേഹത്തെ ഹൃദയത്തിലും ചിന്തയിലും പ്രതിഷ്ഠിച്ചു. മലയാളിയുടെ സാഹിത്യത്തെയും സംസ്കാരത്തെയും മാത്രമല്ല, ജീവിതത്തിൻ്റെ സങ്കീർണ വഴികളെപ്പോലും പ്രകാശമാനമാക്കിയാണ് സാനുമാഷ് 8 പതിറ്റാണ്ടിലേറെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിറഞ്ഞു നിന്നത്. വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും പറയാനും എഴുതാനും വേണ്ടി മാത്രമുള്ളായിരുന്നു സാനുമാഷിൻ്റെ ജീവിതം. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഡോക്ടർ സാമുവൽ ജോൺസനെ പോലെ സാനുമാഷ് കൈവയ്ക്കാത്ത ഒരു സാഹിത്യ ശാഖയുമില്ല. കൈവച്ച ഒരു ശാഖയിലും അദ്ദേഹം തൻ്റേതായ അടയാളമുദ്രകൾ പതിപ്പിക്കാതിരുന്നിട്ടുമില്ല. കലാ, സാഹിത്യ, ചിന്ത, സൗന്ദര്യ ദർശനം, വിമർശം, കവിത, ചെറുകഥ, നോവൽ എന്നിവയുടെ ആഴത്തിലുള്ള പഠനം, വിശ്വോത്തര കൃതികളുടെ പരിചയപ്പെടുത്തൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാകവി കുമാരനാശാൻ്റെയും വ്യക്തിത്വവും ജീവിത ദർശനവും ആഴത്തിൽ അപഗ്രഥനം ചെയ്യുന്ന കൃതികൾ, നാടക സംബന്ധിയായ പഠനം, സഹോദരൻ അയ്യപ്പൻ, പാർവതിയമ്മ, യുക്തിവാദി MC ജോസഫ് എന്നിവരുടെ ജീവിത ചരിത്രങ്ങൾ, മലയാള സാഹിത്യത്തിൻ്റെ എക്കാലത്തെയും ഈടുവെപ്പുകളായി CJ തോമസ്, PK ബാലകൃഷ്ണൻ, K അയ്യപ്പ പണിക്കർ എന്നിവരുടെ ജീവചരിത്രങ്ങൾ,
ചങ്ങമ്പുഴയെയും ബഷീറിനെയും വൈലോപ്പിള്ളിയെയും കേസരി ബാലകൃഷ്ണപിള്ളയെയും അവരുടെ ജീവിതത്തെ മലയാളിക്ക് സമ്മാനിച്ച ഗ്രന്ഥങ്ങൾ, സ്വന്തം യാത്രാനുഭവങ്ങളും അനുഭവക്കുറിപ്പുകളും സാംസ്കാരിക ചിന്തകളും കർമ്മഗതി എന്ന ആത്മകഥ, ഇതിഹാസത്തിൽ നിന്ന് കണ്ടെടുത്ത നോവൽ കുന്തിദേവി, പിന്നെ കഥകൾ, ഇങ്ങനെ എത്ര സാഹിത്യകൃതികളും സാംസ്കാരിക പഠനങ്ങളുമാണ് സാനുമാഷ് മലയാളിയുടെ ജീവിത ബോധത്തെ ചിട്ടപ്പെടുത്താൻ എഴുതിക്കൂട്ടിയത്. 98-ലും അധ്യാപകനായി മഹാരാജാസിൽ സാനുമാഷിന് ലഭിച്ച പുരസ്കാരങ്ങൾ: അവതാരണം എന്ന കൃതിക്ക് 1985-ൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 1992-ൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനത്തിന് വയലാർ അവാർഡ്, 2002-ൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 2010-ൽ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം. ഓർമ്മയിലെന്നും സ്നേഹവാത്സല്യങ്ങൾ. വിട്ടുവീഴ്ചയില്ലാത്ത ആദർശം. ഇനി എത്ര കാലം കഴിഞ്ഞാലാണ് ഇതുപോലൊരാൾ എം കെ സാനുവിൻ്റെ മൃതദേഹത്തിനരികെ ദുഃഖാർത്തരായ മക്കൾ ഗീത, രേഖ, മരുമകൾ മായ, മകൻ രഞ്ജിത്ത് എന്നിവർ. തലമുറകളെ പ്രചോദിപ്പിച്ച ഗുരുനാഥൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കൊച്ചി പൗരസമിതിയുടെ താലൂക്ക് ഓഫീസ് ധർണയിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും പ്രൊഫസർ എം കെ സാനുവും. മാനവികതയുടെ ഗുരു ONV കുറുപ്പിനൊപ്പം, VS അച്യുതാനന്ദനൊപ്പം, EMS നമ്പൂതിരിപ്പാടിനും NP വർക്കിക്കും ഒപ്പം, പുത്തൻ വായനാ ലോകം തുറന്ന www.sanumash.com. നിർണായകമായത് യുവതികളുടെ മൊഴി. കന്യാസ്ത്രീകളുടെ ജാമ്യം എതിർത്ത് BJP സർക്കാർ. ബജ്രംഗ് ദളുകാർക്ക് എതിരെ യുവതികൾ പരാതി നൽകി. ചെറുപ്പം മുതൽ ക്രൈസ്തവ വിശ്വാസികളാണെന്ന് യുവതികൾ മൊഴി നൽകി. മനുഷ്യക്കടത്തോ മതം മാറ്റ ശ്രമമോ ഉണ്ടായില്ലെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു. BJPക്ക് മാപ്പ് നൽകില്ല ഇടതുപക്ഷ MPമാർ. ക്രെഡിറ്റ് അവകാശപ്പെടുന്ന BJP സ്റ്റാൻ സ്വാമിയുടെ മരണത്തിന് ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം. ക്രെഡിറ്റ് എടുക്കാൻ വന്നു ചോദ്യങ്ങളിൽ പതറി രാജീവ് ചന്ദ്രശേഖർ. പോരാട്ടം തുടരണം. ബൃന്ദ കാരാട്ട്. കേരളം ഉയർത്തിയത് ഒറ്റക്കെട്ടായ പ്രതിഷേധം. ലൈംഗിക പീഡന കേസിൽ പ്രജ്വലിന് ഉജ്ജ്വല സ്വീകരണം. ജീവപര്യന്തം. അത് കൊള്ളാം. Start. Action.
കോൺക്ലേവിൽ പങ്കെടുക്കുന്നവർ ചോദ്യം ചെയ്യുക, ശബ്ദമുയർത്തുക. രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന ആ സിനിമകളിലും ഒരു രാഷ്ട്രീയമുണ്ട്. സ്ത്രീകളെയും മതത്തെയും ജാതിയെയും വംശീയതയും ചിത്രീകരിക്കുന്നതിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ബാറ്ററി മാരൻ. സ്ത്രീ സുരക്ഷയും ലിംഗസമത്വവും ഉറപ്പാക്കണം. ഗൗരവപൂർണമായ ഇടപെടൽ, മോഹൻലാൽ. കേരളം മാതൃക, സുഹാസിനി. കേരള ഫിലിം മാർട്ട് ഉടൻ, സജി ചെറിയാൻ. കോൺക്ലേവ് അനുശോചിച്ചു. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ മനുഷ്യസ്നേഹിയായ എഴുത്തുകാരനെ അനുശോചിച്ച് കേരള ഫിലിം പോളിസി കോൺക്ലേവ്. കലയുടെ വർഗീയവൽക്കരണത്തിനെതിരെ മലയാള സിനിമാ ലോകം. കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ചലച്ചിത്രവും ദേശീയ പുരസ്കാരത്തിന് അർഹമായവയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ കലയ്ക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാനാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പാനലിസ്റ്റുകൾ ഒന്നടങ്കം കൈയടിച്ചു. നല്ല സിനിമ, നല്ല നാളെ. ചലച്ചിത്ര നയം സിനിമയുടെ വളർച്ചയ്ക്കും വികസനത്തിനും. അതെ, അതുതന്നെ വേണം. മുൻകാലങ്ങളിൽ സാഹിത്യത്തിലുണ്ടായിരുന്നത് പോലെ സിനിമയിലും നല്ല രാഷ്ട്രീയവും അതുപോലെ നല്ല ചിന്താഗതിയും ഉണ്ടായേ പറ്റൂ. കച്ചവടം മാത്രമാണ് സിനിമയെന്ന് കാണുന്നത് കൊണ്ട് ആണ് ഇന്ന് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സർവ്വവിധ വിനാശങ്ങൾക്കും ഈ ക്രൈമുകൾക്കും അതുപോലെ മറ്റ് പല സാമൂഹ്യ വിരുദ്ധ മനോഭാവങ്ങൾക്കും കാരണം സിനിമയിൽ കാണിക്കുന്ന അതിബുദ്ധിപരമായ രീതിയിലുള്ള കൊലപാതകങ്ങളും കണ്ടുപിടുത്തങ്ങളും ഇതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റി പുതിയ നല്ല ജീവിതാനുഭവങ്ങൾ കാണിക്കുന്ന യാഥാർത്ഥ്യബോധത്തെ വെളിവാക്കുന്ന സിനിമകൾ സത്യത്തിൽ കേരളത്തിന് ആവശ്യമാണ്. ആ കേരളത്തിൻ്റെ ഈ തുടക്കം ഇന്ത്യ ഒട്ടാകെ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. കലാഭവൻ നവാസിന് നാട് വിടയാക്കി.